പർവ്വതങ്ങളുടെ റാണി എന്ന് പ്രസിദ്ധമായി അറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? മസൂറി, ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ മസൂറി ഡെറാഡൂണിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ്. മനോഹരമായ പ്രകൃതിദൃശ്യങ്ങളും തണുത്ത കാലാവസ്ഥയും ഈ പ്രദേശത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നു. ബ്രിട്ടീഷ് ഭരണകാലം മുതൽ ഇത് ഒരു ജനപ്രിയ വേനൽക്കാല വിശ്രമകേന്ദ്രമാണ്. ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? നാഗ്പൂർ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ഓറഞ്ച് കൃഷിക്ക് പേരുകേട്ടതാണ്. ഈ നഗരം കേന്ദ്രീകരിച്ചുള്ള ഓറഞ്ച് ഉൽപാദനവും വ്യാപാരവും വളരെ വലുതാണ്. ഇന്ത്യയുടെ മധ്യഭാഗത്താണ് നാഗ്പൂർ സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാബിലെ ഏത് നഗരമാണ് രാജകീയ നഗരം എന്നറിയപ്പെടുന്നത്? പട്യാല, പഞ്ചാബ്. പട്യാല മുൻപ് ഒരു നാട്ടുരാജ്യമായിരുന്നു. സിഖ് രാജവംശത്തിലെ ഫൂൽക്കിയൻ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നതിനാൽ ഈ നഗരത്തിന് രാജകീയ പാരമ്പര്യമുണ്ട്. ഇവിടുത്തെ വാസ്തുവിദ്യയിലും സംസ്കാരത്തിലും രാജകീയ പ്രൗഢി കാണാൻ സാധിക്കും. നെയ്ത്തുകാരുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? പാനിപ്പത്ത്, ഹരിയാന. ഹരിയാനയിലെ പാനിപ്പത്ത് അതിന്റെ പരമ്പരാഗത കൈത്തറി വ്യവസായത്തിന് പേരുകേട്ടതാണ്. വസ്ത്രങ്ങൾ, പുതപ്പുകൾ, മറ്റ് തുണിത്തരങ്ങൾ എന്നിവയുടെ വലിയ ഉൽപ്പാദന കേന്ദ്രമാണിത്. ചരിത്രപരമായ 3 പ്രധാന യുദ്ധങ്ങൾക്കും ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. റാലികളുടെ നഗരം, ലോക സാംസ്കാരിക തലസ്ഥാനം, ഏഷ്യയുടെ ഭക്ഷണ തലസ്ഥാനം, ഇന്ത്യയുടെ ഫാഷൻ തലസ്ഥാനം എന്നെല്ലാം അറിയപ്പെടുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാണ്. രാജ്യത്തിന്റെ രാഷ്ട്രീയ, ഭരണസിരാകേന്ദ്രമാണിത്. ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രം കൂടിയായ ഡൽഹി പലപ്പോഴും പ്രതിഷേധങ്ങൾക്കും റാലികൾക്കും വേദിയാകാറുണ്ട്. കിഴക്കിന്റെ പാരീസ് എന്ന് പ്രസിദ്ധമായി അറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പോണ്ടിച്ചേരി, പുതുച്ചേരി. പോണ്ടിച്ചേരി മുൻ ഫ്രഞ്ച് കോളനിയായിരുന്നു. ഇവിടുത്തെ ഫ്രഞ്ച് വാസ്തുവിദ്യയും സംസ്കാരവും ഈ നഗരത്തിന് യൂറോപ്യൻ ചാരുത നൽകുന്നു. മനോഹരമായ കടൽത്തീരങ്ങളും ഓറോവില്ലെ പോലുള്ള ആത്മീയ കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നും ഡെക്കാണിന്റെ റാണി എന്നും അറിയപ്പെടുന്ന നഗരം ഏതാണ്? പൂനെ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന വിദ്യാഭ്യാസ, സാംസ്കാരിക കേന്ദ്രമാണ് പൂനെ. ഒട്ടനവധി പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയുള്ളതുകൊണ്ടാണ് കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന നഗരമായതുകൊണ്ട് ഇതിനെ ഡെക്കാണിന്റെ റാണി എന്നും വിശേഷിപ്പിക്കുന്നു. യോഗ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഋഷികേശ്, ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ഋഷികേശ് ഗംഗാനദിയുടെ തീരത്തുള്ള ഒരു പുണ്യനഗരമാണ്. ലോകമെമ്പാടുമുള്ള യോഗാഭ്യാസികളെ ആകർഷിക്കുന്ന നിരവധി യോഗാ കേന്ദ്രങ്ങളും ആശ്രമങ്ങളും ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇത് യോഗാ നഗരം എന്നറിയപ്പെടുന്നത്. വടക്കുകിഴക്കൻ ഇന്ത്യയിൽ കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഷില്ലോങ്, മേഘാലയ. മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ് മനോഹരമായ കുന്നുകൾ, തടാകങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ്. ഇതിന്റെ പ്രകൃതി സൗന്ദര്യം സ്കോട്ട്ലൻഡിന് സമാനമായതുകൊണ്ടാണ് കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അസമിലെ ഏത് നഗരമാണ് ചരിത്രപരമായി രക്തത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത്? തേജ്പൂർ, അസം. അസമിലെ തേജ്പൂർ ചരിത്രപരമായി രക്തത്തിന്റെ നഗരം, സിറ്റി ഓഫ് ബ്ലഡ് എന്നറിയപ്പെടുന്നു. ഹിന്ദു പുരാണത്തിലെ ഉഷയുടെയും അനിരുദ്ധന്റെയും കഥയുമായി ബന്ധപ്പെട്ട ഉഗ്രമായ യുദ്ധങ്ങളെ അനുസ്മരിച്ചാണ് ഈ പേര് ലഭിച്ചത്. ചരിത്രപരമായി ബാംഗ്ലൂർ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ നഗരത്തിന്റെ ആധുനിക പേര് എന്താണ്? ബംഗളൂരു. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂർ 2006-ൽ ഔദ്യോഗികമായി ബംഗളൂരു എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. നഗരങ്ങളുടെ പേര് മാറ്റം എന്നത് ഒരു നഗരത്തിന്റെ സാംസ്കാരികവും ഭാഷാപരവുമായ വ്യക്തിത്വം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ്. 1996 വരെ മദ്രാസ് എന്ന് ഔദ്യോഗികമായി അറിയപ്പെട്ടിരുന്ന പ്രധാന തെക്കേ ഇന്ത്യൻ മഹാനഗരം ഏതാണ്? ചെന്നൈ. തമിഴ്നാടിന്റെ തലസ്ഥാനമായ മദ്രാസ് 1996-ൽ ഔദ്യോഗികമായി ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. പ്രാദേശിക ഭാഷാപരമായ സ്വത്വം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പേരുമാറ്റം നടപ്പിലാക്കിയത്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ 1995 മുമ്പ് ഏതു പേരിലാണ് ഔദ്യോഗികമായി അറിയപ്പെട്ടിരുന്നത്? ബോംബെ.
മഹാരാഷ്ട്രയുടെ തലസ്ഥാനവും ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രവുമായ മുംബൈ 1995-ൽ ബോംബെ എന്ന പേരുമാറ്റി നിലവിലെ പേര് സ്വീകരിച്ചു. ഈ പേരുമാറ്റം പ്രദേശത്തിന്റെ മറാഠി സ്വത്വം പ്രതിഫലിപ്പിക്കുന്നു. പുരാതന മഗധ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന പാടലീപുത്രം ഇന്ന് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പാറ്റ്ന. ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്ന ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപ്രാധാന്യമുള്ള നഗരമാണ്. മഗധ സാമ്രാജ്യത്തിന്റെയും മൗര്യ രാജവംശത്തിന്റെയും തലസ്ഥാനമായി പാടലീപുത്രം ഒരു പ്രധാന രാഷ്ട്രീയ സാംസ്കാരിക കേന്ദ്രമായിരുന്നു. ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി 2006-ൽ ഔദ്യോഗികമായി ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്തത്? പുതുച്ചേരി. മുൻ ഫ്രഞ്ച് കോളനിയായിരുന്ന പോണ്ടിച്ചേരി 2006-ൽ ഔദ്യോഗികമായി പുതുച്ചേരി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഈ കേന്ദ്രഭരണ പ്രദേശം 4 ജില്ലകൾ ഉൾക്കൊള്ളുന്നു: പുതുച്ചേരി, കാരക്കൽ, തമിഴ്നാട്, മാഹി, കേരളം, യാനം, ആന്ധ്രാപ്രദേശ് എന്നിവ. ഏറ്റവും കൂടുതൽ കൽക്കരി ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. കോർബ, സിംഗ്രോളി തുടങ്ങിയ പ്രദേശങ്ങൾ ഇവിടുത്തെ പ്രധാന കൽക്കരിപ്പാടങ്ങളാണ്. താപവൈദ്യുത നിലയങ്ങൾക്ക് ആവശ്യമായ കൽക്കരിയുടെ പ്രധാന ഉറവിടങ്ങളിലൊന്നാണിത്. ജാർഖണ്ഡിലെ പ്രധാന കൽക്കരി ഉത്പാദന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ബൊക്കാറോ, നോർത്ത് ആൻഡ് സൗത്ത് കരംപുര, ഗിരിദിഹ്, ദൽത്തോൻഗഞ്ച്, രാംഗഡ്, രാജ്മഹൽ. ജാർഖണ്ഡ് സംസ്ഥാനം ഇന്ത്യയിലെ പ്രധാന കൽക്കരി ശേഖരങ്ങളുടെ കേന്ദ്രമാണ്. ദാമോദർ താഴ്വര കൽക്കരിപ്പാടങ്ങളുടെ ഭാഗമായ ബൊക്കാറോ, നോർത്ത് ആൻഡ് സൗത്ത് കരംപുര, ഗിരിദിഹ് തുടങ്ങിയ പ്രദേശങ്ങൾ കൽക്കരി ഖനനത്തിന് പേരുകേട്ടതാണ്. ഇന്ത്യയുടെ വ്യാവസായിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഈ പ്രദേശങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒഡീഷയിലെ പ്രധാന കൽക്കരി ഉത്പാദന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? താൽച്ചർ, രാണപ്പൂർ, ഹിംഗിർ. ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഉത്പാദക സംസ്ഥാനങ്ങളിലൊന്നാണ് ഒഡീഷ. താൽച്ചർ കൽക്കരിപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ശേഖരങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. രാണപ്പൂർ, ഹിംഗിർ മേഖലയും ഇവിടുത്തെ പ്രധാന ഖനന കേന്ദ്രമാണ്. ബെലാറസിന്റെ തലസ്ഥാനം എന്താണ്? മിൻസ്ക്. മിൻസ്ക് ബെലാറസിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. സ്വിസ്ലോച്ച്, നെമിഹ നദികളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് രാജ്യത്തിന്റെ ഒരു പ്രധാന വ്യാവസായിക, സാംസ്കാരിക കേന്ദ്രമാണ്. കിഴക്കൻ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണിത്. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള കടൽപ്പാത തുറന്നുകൊണ്ട് വാസ്കോഡ്ഗാമ ഇന്ത്യയിലെത്തിയത് ഏതു വർഷമാണ്? 1498 CE. വാസ്കോഡ്ഗാമ 1498-ൽ കോഴിക്കോട് കാപ്പാട്ട് കടൽത്തീരത്ത് എത്തിച്ചേർന്നു. ഇത് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള കടൽപ്പാത തുറക്കുകയും യൂറോപ്യൻ വ്യാപാരബന്ധങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു. ബെലാറസിന്റെ കറൻസി ഏതാണ്? ബെലാറഷ്യൻ റൂബിൾ. ബെലാറസ് കിഴക്കൻ യൂറോപ്പിലുള്ള ഒരു രാജ്യമാണ്. ബെലാറഷ്യൻ റൂബിൾ BYN ആണ് അവിടുത്തെ ഔദ്യോഗിക കറൻസി. സാമ്പത്തിക സ്ഥിതിഗതികൾ പഠിക്കാൻ രാജ്യങ്ങളുടെ കറൻസികൾ പ്രധാനമാണ്. ലിയോനാർഡോ ഡാ വിഞ്ചി മൊണാലിസയുടെ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചത് ഏതു വർഷമാണ്? 1503 CE. ലിയോനാർഡോ ഡാ വിഞ്ചി 1503-ൽ മൊണാലിസയുടെ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിലൊന്നായ ഇത് ഫ്രാൻസിലെ ലൂവ്ർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ബെൽജിയത്തിന്റെ തലസ്ഥാനം ഏതാണ്? ബ്രസൽസ്. യൂറോപ്പിലെ ഒരു പ്രധാന രാജ്യമാണ് ബെൽജിയം. ബ്രസൽസ് യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും ആസ്ഥാനം എന്ന നിലയിൽ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു നഗരമാണ്. ഈ വിവരങ്ങൾ ലോക ഭൂമിശാസ്ത്രത്തിൽ പ്രധാനമാണ്. ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിലെ വല്ലാഡോലിഡിൽ വെച്ച് അന്തരിച്ചത് ഏതു വർഷമാണ്? 1506 CE. ക്രിസ്റ്റഫർ കൊളംബസ് 1506-ൽ സ്പെയിനിലെ വല്ലാഡോലിഡിൽ വെച്ച് അന്തരിച്ചു. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ കണ്ടെത്തിയതിലൂടെ ലോകചരിത്രത്തിൽ ഒരു പ്രധാന സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ബെൽജിയത്തിന്റെ കറൻസി ഏതാണ്? യൂറോ. യൂറോപ്യൻ യൂണിയനിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഉപയോഗിക്കുന്ന കറൻസിയാണ് യൂറോ. ബെൽജിയം യൂറോസോണിലെ അംഗമായതിനാൽ യൂറോയെ അവരുടെ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ചിരിക്കുന്നു. ഇത് ആഗോള സാമ്പത്തിക ഘടനയെക്കുറിച്ചുള്ള അറിവിന് സഹായകമാണ്.
ബോസ്റ്റൺ നഗരം ഏതു വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 1632 CE. ബോസ്റ്റൺ മസാച്യുസെറ്റ്സിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. 1632 സ്ഥാപിക്കപ്പെട്ട ഈ നഗരം അമേരിക്കൻ ചരിത്രത്തിലെ നിരവധി പ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും അമേരിക്കൻ വിപ്ലവത്തിൽ. ബെലീസിന്റെ തലസ്ഥാനം ഏതാണ്? ബെൽമോബാൻ. മധ്യ അമേരിക്കയുടെ കിഴക്കൻ തീരത്തുള്ള ഒരു രാജ്യമാണ് ബെലീസ്. ബെൽമോബാൻ താരതമ്യേന പുതിയ തലസ്ഥാനമാണ്. 1970 ഹോണ്ടുറാസിന്റെ തീരപ്രദേശത്തെ കൊടുങ്കാറ്റ് തകർത്തതിനു ശേഷമാണ് ഇവിടേക്ക് തലസ്ഥാനം മാറ്റിയത്. ലോക ഭൂമിശാസ്ത്രത്തിൽ പ്രാദേശിക രാജ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് പ്രധാനമാണ്. മസാച്യുസെറ്റ്സിലെ കേംബ്രിഡ്ജിൽ ഹാർവാർഡ് സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് ഏതു വർഷമാണ്? 1636 CE. ഹാർവാർഡ് സർവകലാശാല യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും പഴക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. 1636 സ്ഥാപിതമായ ഇത് ലോകത്തിലെ പ്രമുഖ ഗവേഷണ സർവകലാശാലകളിൽ ഒന്നായി ഇന്ന് അറിയപ്പെടുന്നു. ബെലീസിന്റെ കറൻസി ഏതാണ്? ബെലീസ് ഡോളർ. മധ്യ അമേരിക്കൻ രാജ്യമായ ബെലീസിന്റെ ഔദ്യോഗിക കറൻസിയാണ് ബെലീസ് ഡോളർ, BZD. ഇത് US ഡോളറുമായി സ്ഥിരമായ ഒരു വിനിമയ നിരക്കിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിൽ ഇത്തരം വിവരങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ നഗരം സ്ഥാപിച്ചത് ഏതു വർഷമാണ്? 1652 CE. ഡച്ച് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയാണ് 1652 കേപ്പ് ടൗൺ സ്ഥാപിച്ചത്. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാരപാതയിലെ ഒരു സുപ്രധാന തുറമുഖവും വിശ്രമകേന്ദ്രവുമായി ഇത് പ്രവർത്തിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലും വികസനത്തിലും കേപ്പ് ടൗണിന് നിർണായക പങ്കുണ്ട്. ബെനിന്റെ തലസ്ഥാനം ഏതാണ്? പോർട്ടോ നോവോ. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ബെനിന്റെ ഔദ്യോഗിക തലസ്ഥാനമാണ് പോർട്ടോ നോവോ. എന്നിരുന്നാലും കോട്ടോനോ ആണ് രാജ്യത്തെ ഏറ്റവും വലിയ നഗരവും സാമ്പത്തിക കേന്ദ്രവും. ആഫ്രിക്കൻ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവിന് ഇത് സഹായിക്കുന്നു. ലണ്ടനിലെ മഹാ അഗ്നിബാധ ഏതു വർഷമാണ് സംഭവിച്ചത്? 1666 CE. 1666 സെപ്റ്റംബർ 2 മുതൽ 5 വരെ ലണ്ടനിലുണ്ടായ മഹാ അഗ്നിബാധ നഗരത്തിന്റെ വലിയൊരു ഭാഗം നശിപ്പിച്ചു. ഈ ദുരന്തം നഗരത്തിന്റെ പുനർനിർമ്മാണത്തിനും നഗരാസൂത്രണത്തിലും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ബെനിന്റെ കറൻസി ഏതാണ്? വെസ്റ്റ് ആഫ്രിക്കൻ CFA ഫ്രാങ്ക്. ബെനിൻ ഉൾപ്പെടെയുള്ള പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒരു പൊതു കറൻസിയായ വെസ്റ്റ് ആഫ്രിക്കൻ CFA ഫ്രാങ്ക് XOF ഉപയോഗിക്കുന്നു. ഇത് ഫ്രഞ്ച് മുൻ കോളനികളുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക സംവിധാനമാണ്. ആഫ്രിക്കൻ സാമ്പത്തിക മേഖലയെക്കുറിച്ച് ഇത് സൂചിപ്പിക്കുന്നു. ഏതു വർഷമാണ് ക്വിങ് രാജവംശത്തിലെ ചൈന ടുംനിംഗ് രാജ്യം കീഴടക്കി തായ്വാൻ കൂട്ടിച്ചേർത്തത്? 1683 CE. 1683 നടന്ന പെങ് യുദ്ധത്തിനു ശേഷം ക്വിങ് രാജവംശം ടുംനിംഗ് രാജ്യം കീഴടക്കി തായ്വാൻ തങ്ങളുടെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഇത് തായ്വാന്റെ ഭരണപരമായ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. ഭൂട്ടാന്റെ തലസ്ഥാനം ഏതാണ്? തിംഫു. ഹിമാലയൻ രാജ്യമായ ഭൂട്ടാന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് തിംഫു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള തലസ്ഥാനങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ഭൂട്ടാൻ പ്രധാനമാണ്. ഐസക് ന്യൂട്ടൺ തന്റെ വിശ്വപ്രസിദ്ധമായ ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ഏതു വർഷമാണ്? 1687 CE. 1687 ഐസക് ന്യൂട്ടൺ പ്രസിദ്ധീകരിച്ച പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ അടിസ്ഥാന തത്വങ്ങൾ അവതരിപ്പിച്ചു. ഗുരുത്വാകർഷണ നിയമങ്ങളും ചലന നിയമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇത് ആധുനിക ഭൗതികശാസ്ത്രത്തിന് അടിത്തറയിട്ടു. ഭൂട്ടാന്റെ കറൻസി ഏതാണ്? നഗുൾട്രം. ഭൂട്ടാന്റെ ഔദ്യോഗിക കറൻസിയാണ് നഗുൾട്രം, BTN. ഇത് ഇന്ത്യൻ രൂപയുമായി സ്ഥിരമായ ഒരു വിനിമയ നിരക്കിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധം മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഏതു വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 1694 CE. 1694 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ കേന്ദ്ര ബാങ്കാണ്.
ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കേന്ദ്ര ബാങ്കുകളിലൊന്നാണ്, കൂടാതെ ആധുനിക ബാങ്കിംഗ് സംവിധാനങ്ങളുടെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയുടെ തലസ്ഥാനം ഏതാണ്? സരയേവോ. തെക്കുകിഴക്കൻ യൂറോപ്പിലെ ബാൾക്കൻ മേഖലയിലുള്ള രാജ്യമാണ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന. സരയേവോ അതിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. യൂറോപ്യൻ ഭൂമിശാസ്ത്രത്തിലും സമീപകാല ചരിത്രത്തിലും സരയേവോയ്ക്ക് പ്രാധാന്യമുണ്ട്. ലോകത്തിലെ ആദ്യത്തെ പകർപ്പവകാശ നിയമമായ ബ്രിട്ടനിലെ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ആൻ ഏതു വർഷമാണ് പ്രാബല്യത്തിൽ വന്നത്? 1710 CE. 1710 പ്രാബല്യത്തിൽ വന്ന സ്റ്റാറ്റ്യൂട്ട് ഓഫ് ആൻ ലോകത്തിലെ ആദ്യത്തെ ആധുനിക പകർപ്പവകാശ നിയമമാണ്. രചയിതാക്കൾക്ക് അവരുടെ കൃതികളുടെ പ്രസിദ്ധീകരണത്തിന്മേൽ അവകാശം നൽകി. ഇത് ബൗദ്ധിക സ്വത്തവകാശ നിയമങ്ങളുടെ വികാസത്തിന് ഒരു നാഴികക്കല്ലായി മാറി. ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയുടെ കറൻസി എന്താണ്? കൺവെർട്ടിബിൾ മാർക്ക്. ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയുടെ ഔദ്യോഗിക കറൻസിയാണ് കൺവെർട്ടിബിൾ മാർക്ക്, ബാം. 1998 നിലവിൽ വന്ന ഇത് യൂറോയുമായി ഒരു നിശ്ചിത വിനിമയ നിരക്കിൽ ബന്ധിപ്പിച്ചിട്ടുള്ള കറൻസിയാണ്. ജപ്പാൻ വനനശീകരണം കുറയ്ക്കുന്നതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട വനപരിപാലന പരിഷ്കാരങ്ങൾ ഏതു വർഷമാണ് ആരംഭിച്ചത്? 1724 CE. 1724 ജപ്പാൻ കാര്യമായ വനപരിപാലന പരിഷ്കാരങ്ങൾ ആരംഭിച്ചു. വനനശീകരണം നിയന്ത്രിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇത് സുസ്ഥിരമായ വനവിഭവ പരിപാലനത്തിനുള്ള ആദ്യകാല ശ്രമങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ബോട്സ്വാനയുടെ തലസ്ഥാനം ഏതാണ്? ഗാബോറോൺ. ബോട്സ്വാനയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ഗാബോറോൺ. രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം പ്രധാന സാമ്പത്തിക, ഭരണകേന്ദ്രം കൂടിയാണ്. ഫ്രാൻസിലെ ജ്ഞാനോദയ കാലഘട്ടത്തിലെ ഒരു മഹത്തായ കൃതിയായ 28 വാല്യങ്ങളുള്ള എൻസൈക്ലോപീഡിയ ഏതു വർഷമാണ് പൂർത്തിയായത്? 1765 CE. ജ്ഞാനോദയ കാലഘട്ടത്തിലെ ഒരു സ്മാരക സൃഷ്ടിയായ എൻസൈക്ലോപീഡിയ യുടെ 28 വാല്യങ്ങൾ 1765 ഫ്രാൻസിൽ പൂർത്തിയായി. ഡെനിസ് ഡിഡറോട്ട്, ജീൻ-ലെ റോൺ ഡി ആലംബർട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ ഗ്രന്ഥം വിജ്ഞാനത്തിന്റെ വ്യാപനത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചു. ബോട്സ്വാനയുടെ കറൻസി എന്താണ്? പുല. ബോട്സ്വാനയുടെ ഔദ്യോഗിക കറൻസിയാണ് പുല, BWP. പ്രാദേശിക ഭാഷയിൽ പുല എന്ന വാക്കിന് മഴ എന്നർത്ഥമുണ്ട്. ഇത് രാജ്യത്തിന്റെ വരണ്ട കാലാവസ്ഥയിൽ മഴയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു. ബ്രസീലിന്റെ തലസ്ഥാനം ഏതാണ്? ബ്രസീലിയ. ബ്രസീലിന്റെ തലസ്ഥാനമാണ് ബ്രസീലിയ. 1960 നിർമ്മിച്ച ഒരു ആസൂത്രിത നഗരമാണിത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആധുനിക വാസ്തുവിദ്യയുടെ ശ്രദ്ധേയമായ ഉദാഹരണമാണ് ഈ നഗരം. ബ്രസീലിന്റെ കറൻസി എന്താണ്? റിയാൽ. ബ്രസീലിന്റെ ഔദ്യോഗിക കറൻസിയാണ് റിയാൽ, BRL. 1994 പണപ്പെരുപ്പം നിയന്ത്രിക്കാനായി അവതരിപ്പിച്ച ഈ കറൻസി പ്ലാനോ റിയാൽ എന്ന സാമ്പത്തിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. ബ്രൂണയുടെ തലസ്ഥാനം ഏതാണ്? ബന്ദർ സെരി ബെഗവാൻ. ബ്രൂണയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബന്ദർ സെരി ബെഗവാൻ. ഈ നഗരം ബ്രൂണൈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. രാജകീയ കൊട്ടാരങ്ങളും മനോഹരമായ പള്ളികളും ഇവിടെയുണ്ട്. ബ്രൂണയുടെ കറൻസി എന്താണ്? ബ്രൂണൈ ഡോളർ. ബ്രൂണയുടെ ഔദ്യോഗിക കറൻസിയാണ് ബ്രൂണൈ ഡോളർ, BND. സിംഗപ്പൂർ ഡോളറുമായി അനുപാതം 1:1 എന്ന നിരക്കിൽ ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സാമ്പത്തിക ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ബൾഗേറിയയുടെ തലസ്ഥാനം ഏതാണ്? സോഫിയ. ബൾഗേറിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് സോഫിയ. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് വിക്ടോഷ പർവ്വതനിരയുടെ താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചരിത്രപരമായി പ്രാധാന്യമുള്ള നിരവധി കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. ബൾഗേറിയയുടെ കറൻസി എന്താണ്? ലെവ്. ബൾഗേറിയയുടെ ഔദ്യോഗിക കറൻസിയാണ് ലെവ്, BGN. ലെവ് എന്ന വാക്കിന് പഴയ ബൾഗേറിയൻ ഭാഷയിൽ സിംഹം എന്നർത്ഥമുണ്ട്. യൂറോയുമായി ഇത് ഒരു നിശ്ചിത വിനിമയ നിരക്കിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു.
ബുർക്കിന ഫാസോയുടെ തലസ്ഥാനം ഏതാണ്? ഔഗാഡുഗു. ബുർക്കിന ഫാസോയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ഔഗാഡുഗു. രാജ്യത്തിന്റെ മധ്യഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രധാന സാംസ്കാരിക, സാമ്പത്തിക കേന്ദ്രമാണിത്. ബുർക്കിന ഫാസോയുടെ കറൻസി എന്താണ്? പടിഞ്ഞാറൻ ആഫ്രിക്കൻ CFA ഫ്രാങ്ക്. ബുർക്കിന ഫാസോ പടിഞ്ഞാറൻ ആഫ്രിക്കയിലുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യം ഉൾപ്പെടെ 8 പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന കറൻസിയാണ് വെസ്റ്റ് ആഫ്രിക്കൻ CFA ഫ്രാങ്ക്. ഇത് സാമ്പത്തിക സ്ഥിരതയും പ്രാദേശിക ഏകീകരണവും ലക്ഷ്യമിടുന്നു. ബുറുണ്ടിയുടെ തലസ്ഥാനം ഏതാണ്? ബുജുംബുറ. കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ബുറുണ്ടി. 2019 മുതൽ ഗിഡെഗയാണ് ബുറുണ്ടിയുടെ രാഷ്ട്രീയ തലസ്ഥാനമെങ്കിലും രാജ്യത്തെ ഏറ്റവും വലിയ നഗരവും പ്രധാന സാമ്പത്തിക കേന്ദ്രവുമായി ബുജുംബുറ ഇപ്പോഴും നിലനിൽക്കുന്നു. മുൻപ് ബുജുംബുറയായിരുന്നു ബുറുണ്ടിയുടെ തലസ്ഥാനം. ബുറുണ്ടിയുടെ കറൻസി എന്താണ്? ബുറുണ്ടി ഫ്രാങ്ക്. ബുറുണ്ടി ഫ്രാങ്ക് BIF കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ബുറുണ്ടിയുടെ ഔദ്യോഗിക കറൻസിയാണ്. ഇത് ബുറുണ്ടി ബാങ്ക് ഓഫ് റിപ്പബ്ലിക് ആണ് പുറത്തിറക്കുന്നത്. കംബോഡിയയുടെ തലസ്ഥാനം ഏതാണ്? നോംപെൻ. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ കംബോഡിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് നോംപെൻ. ഇത് കംബോഡിയയുടെ സാമ്പത്തിക, വ്യാവസായിക, സാംസ്കാരിക, വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. മെക്കോങ്, ടോൺലെ സാബ് നദികളുടെ സംഗമസ്ഥാനത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. കംബോഡിയയുടെ കറൻസി എന്താണ്? റിയൽ. കംബോഡിയൻ റിയൽ KHR തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ കംബോഡിയയുടെ ഔദ്യോഗിക കറൻസിയാണ്. ഇത് 1980-ൽ വീണ്ടും അവതരിപ്പിച്ചു. എന്നാൽ കംബോഡിയയിൽ US ഡോളറും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കാമറൂണിന്റെ തലസ്ഥാനം ഏതാണ്? യൗണ്ടെ. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ കാമറൂൺ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് യൗണ്ടെ. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണിത്. കാമറൂണിന്റെ ഭരണപരവും രാഷ്ട്രീയവുമായ കേന്ദ്രമാണിത്. കാമറൂണിന്റെ കറൻസി എന്താണ്? സെൻട്രൽ ആഫ്രിക്കൻ CFA ഫ്രാങ്ക്. കാമറൂൺ ഉൾപ്പെടെ 6 മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന കറൻസിയാണ് സെൻട്രൽ ആഫ്രിക്കൻ CFA ഫ്രാങ്ക്. ഈ കറൻസി ബാങ്ക് ഓഫ് സെൻട്രൽ ആഫ്രിക്കൻ സ്റ്റേറ്റ്സ് ആണ് പുറത്തിറക്കുന്നത്. കാനഡയുടെ തലസ്ഥാനം ഏതാണ്? ഒട്ടാവ. വടക്കേ അമേരിക്കൻ രാജ്യമായ കാനഡയുടെ തലസ്ഥാനമാണ് ഒട്ടാവ. ഒൻറാരിയോ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം കാനഡയിലെ 4ാമത്തെ വലിയ നഗരമാണ്. റിഡോ കനാലിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഒട്ടാവ കാനഡയുടെ രാഷ്ട്രീയ, സാംസ്കാരിക കേന്ദ്രമാണ്. കാനഡയുടെ കറൻസി എന്താണ്? കനേഡിയൻ ഡോളർ. കനേഡിയൻ ഡോളർ CAD കാനഡയുടെ ഔദ്യോഗിക കറൻസിയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്യപ്പെടുന്ന കറൻസികളിൽ ഒന്നാണ്. ബാങ്ക് ഓഫ് കാനഡയാണ് കനേഡിയൻ ഡോളർ പുറത്തിറക്കുന്നത്. കേപ്പ് വെർഡിന്റെ തലസ്ഥാനം ഏതാണ്? പ്രയ്യ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമായ കേപ്പ് വെർഡിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് പ്രയ്യ. സാന്റിയാഗോ ദ്വീപിന്റെ തെക്കൻ തീരത്താണ് ഈ തുറമുഖ നഗരം സ്ഥിതി ചെയ്യുന്നത്. കേപ്പ് വെർഡിന്റെ പ്രധാന വാണിജ്യ, ഭരണ കേന്ദ്രമാണിത്. കേപ്പ് വെർദെയുടെ കറൻസി എന്താണ്? കേപ്പ് വെർദിയൻ എസ്കൂഡോ. കേപ്പ് വെർദിയൻ എസ്കൂഡോ CVE ആണ് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ദ്വീപ് രാഷ്ട്രമായ കേപ്പ് വെർദെയുടെ ഔദ്യോഗിക കറൻസി. സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിൽ ഈ കറൻസിക്ക് വലിയ പങ്കുണ്ട്. മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനം എന്താണ്? ബാങ്ക്വി. മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബാങ്ക്വി. ഉബാങ്കി നദിയുടെ തീരത്തുള്ള ഈ നഗരം രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക, ഭരണ കേന്ദ്രമാണ്. മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിന്റെ കറൻസി എന്താണ്? സെൻട്രൽ ആഫ്രിക്കൻ CFA ഫ്രാങ്ക്. മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഉൾപ്പെടെയുള്ള 6 മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങൾ സെൻട്രൽ ആഫ്രിക്കൻ CFA ഫ്രാങ്ക് XAF ആണ് കറൻസിയായി ഉപയോഗിക്കുന്നത്. ഈ കറൻസി ഫ്രഞ്ച് ട്രഷറിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ സ്വാധീനിക്കുന്നു. ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷന്റെ IHO ആസ്ഥാനം എവിടെയാണ്? മൊണാക്കോ.
ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ IHO 1921 സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ലോകമെമ്പാടുമുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേകളുടെയും നോട്ടിക്കൽ ചാർട്ടുകളുടെയും നിലവാരം ഏകീകരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ ആസ്ഥാനം മൊണാക്കോയിലാണ്. IMFന്റെ പൂർണ്ണരൂപം എന്താണ്? അതിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വാഷിംഗ്ടൺ DC, USA. അന്താരാഷ്ട്ര പണമിടപാട് ഫണ്ട് IMF ഒരു അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനമാണ്. ആഗോള സാമ്പത്തിക സ്ഥിരത, അന്താരാഷ്ട്ര വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 1944 ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിൽ വെച്ചാണ് IMF സ്ഥാപിതമായത്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ IMO ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലണ്ടൻ, UK. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ IMO ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ്. സുരക്ഷിതവും കാര്യക്ഷമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുക, സമുദ്ര മലിനീകരണം തടയുക, സമുദ്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 1948 ജനീവയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ഇതിന്റെ രൂപീകരണം അംഗീകരിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് തങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 1776 ജൂലൈ 4. 1776 ജൂലൈ 4 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഈ തീയതി അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. ഇത് ആധുനിക ജനാധിപത്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. ഹെയ്തിയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ്? 1804 ജനുവരി 1. ഹെയ്തി 1804 ജനുവരി 1 ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അടിമത്തം അവസാനിപ്പിച്ച് സ്വതന്ത്രമായ ഏകരാജ്യവും കറുത്തവർഗക്കാർ സ്ഥാപിച്ച ആദ്യത്തെ റിപ്പബ്ലിക്കുമാണ് ഹെയ്തി. മെക്സിക്കോയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് ആഘോഷിക്കുന്നത്. ഇത് അതിന്റെ സ്വാതന്ത്ര്യയുദ്ധത്തിന്റെ ആരംഭം കുറിക്കുന്നു. 1810 സെപ്റ്റംബർ 16. മെക്സിക്കോയുടെ സ്വാതന്ത്ര്യസമരം 1810 സെപ്റ്റംബർ 16 ഫാദർ മിഗ്വൽ ഹിഡാൽഗോ വായക്കോസ്റ്റില്ലയുടെ ഗ്രിറ്റോ ഡി ഡോളോറസിലെ നിലവിളി പ്രഖ്യാപനത്തോടെയാണ് ആരംഭിച്ചത്. ഇത് സ്പാനിഷ് ഭരണത്തിൽ നിന്നുള്ള മോചനത്തിനായുള്ള പോരാട്ടത്തിന് തുടക്കമിട്ടു. ഈ ദിനം രാജ്യത്തിന്റെ ദേശീയ ദിനമായി ആചരിക്കുന്നു. ഗ്രീസ് ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ഏത് തീയതിയിലാണ്? 1821 മാർച്ച് 25. ഗ്രീസ് ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് 1821 മാർച്ച് 25 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഈ ദിനം ഗ്രീസിന്റെ സ്വാതന്ത്ര്യസമരത്തിന്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. ഇത് 4 നൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന ഓട്ടോമൻ ഭരണത്തിൽ നിന്നുള്ള മോചനത്തിനു വഴിയൊരുക്കി. അർജന്റീന സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എന്നാണ്? 1816 ജൂലൈ 9. അർജന്റീന 1816 ജൂലൈ 9 സ്പാനിഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ടുക്കുമനിലെ കോൺഗ്രസ് ആണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഈ ദിനം അർജന്റീനയുടെ ദേശീയ ദിനമായി ആഘോഷിക്കപ്പെടുന്നു. പെറുവിന്റെ സ്വാതന്ത്ര്യദിനം ഏതാണ്? 1821 ജൂലൈ 28. പെറു 1821 ജൂലൈ 28 സ്പാനിഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ജനറൽ ഹോസെ ഡി സാൻ മാർട്ടിൻ ലിമയിൽ വെച്ച് നടത്തിയ പ്രഖ്യാപനം തെക്കേ അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസിയുടെ IRENA ആസ്ഥാനം എവിടെയാണ്? അബുദാബി, UAE. ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി IRENA ഒരു അന്തർസർക്കാർ സംഘടനയാണ്. ലോകമെമ്പാടും പുനരുപയോഗ ഊർജ്ജത്തിന്റെ വ്യാപകമായ ഉപയോഗവും സുസ്ഥിരമായ വികസനവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2009 ഇത് സ്ഥാപിതമായത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN എപ്പോഴാണ് സ്ഥാപിതമായത്? അതിന്റെ ആസ്ഥാനം എവിടെയാണ്? 1948 ഗ്ലാൻഡ്, സ്വിറ്റ്സർലൻഡ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN 1948 സ്ഥാപിതമായ ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ്. പ്രകൃതി സംരക്ഷണം, ജൈവവൈവിധ്യം നിലനിർത്തൽ എന്നിവയ്ക്കായി ഇത് പ്രവർത്തിക്കുന്നു. റെഡ് ലിസ്റ്റ് ഓഫ് ത്രെറ്റൻഡ് സ്പീഷീസ് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ ഇത് ശ്രദ്ധേയമാണ്.
നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നേറ്റോ എന്നാണ് സ്ഥാപിച്ചത്? 1949. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നേറ്റോ ഒരു അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ്. 1949 ഏപ്രിൽ 4 വാഷിംഗ്ടൺ ഉടമ്പടി ഒപ്പുവെച്ചതിനെ തുടർന്നാണ് ഇത് രൂപീകരിച്ചത്. അംഗരാജ്യങ്ങളുടെ പരസ്പര പ്രതിരോധവും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? വേട്ടയാടൽ, മരംമുറി, അനധികൃത സഞ്ചാരം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുള്ള സംരക്ഷിത മേഖലകളാണ് ദേശീയോദ്യാനങ്ങൾ. ദേശീയോദ്യാനങ്ങൾ വന്യജീവികളെയും അവയുടെ ആവാസവ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനും ജൈവവൈവിധ്യം നിലനിർത്തുന്നതിനും വേണ്ടിയുള്ളവയാണ്. ഇവയുടെ രൂപീകരണം വംശനാശഭീഷണി നേരിടുന്ന ജീവികളെയും അതുല്യമായ പ്രകൃതിദൃശ്യങ്ങളെയും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഹെയ്ലി ദേശീയോദ്യാനം. ഹെയ്ലി ദേശീയോദ്യാനം പിന്നീട് ജിം കോർബറ്റ് ദേശീയോദ്യാനം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷിത വനമേഖലകളിൽ ഒന്നാണ്. ഇത് രാജ്യത്തെ വന്യജീവി സംരക്ഷണ ശ്രമങ്ങൾക്ക് ഒരു നാഴികക്കല്ലായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതു വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 1936. 1936-ൽ ഹെയ്ലി ദേശീയോദ്യാനം സ്ഥാപിച്ചത് ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. ഈ സ്ഥാപനം രാജ്യത്ത് വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനുള്ള നിയമപരമായ ചട്ടക്കൂടിന് തുടക്കമിട്ടു. ഹെയ്ലി ദേശീയോദ്യാനത്തിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജിം കോർബറ്റ് ദേശീയോദ്യാനം, ഉത്തരാഖണ്ഡ്. ഹെയ്ലി ദേശീയോദ്യാനം പ്രശസ്ത വേട്ടക്കാരനും പ്രകൃതി സംരക്ഷകനുമായിരുന്ന ജിം കോർബറ്റിന്റെ സ്മരണാർത്ഥം ജിം കോർബറ്റ് ദേശീയോദ്യാനം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇത് കടുവ സംരക്ഷണ പദ്ധതിയുടെ പ്രോജക്ട് ടൈഗർ ഭാഗമായ ആദ്യത്തെ ദേശീയോദ്യാനങ്ങളിൽ ഒന്നാണ്. കാസിരംഗ ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അസം. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേരുകേട്ടതാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഈ ദേശീയോദ്യാനം ബംഗാൾ കടുവകൾക്കും ആനകൾക്കും വിവിധയിനം പക്ഷികൾക്കും ആവാസവ്യവസ്ഥ ഒരുക്കുന്നു. ഏത് സംസ്ഥാനത്താണ് ഗിർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. ഗുജറാത്തിലെ ജുനാഗഡിൽ സ്ഥിതി ചെയ്യുന്ന ഗിർ ദേശീയോദ്യാനം ഏഷ്യൻ സിംഹങ്ങളുടെ ഏക സ്വാഭാവിക ആവാസ കേന്ദ്രമാണ്. 1965-ൽ സ്ഥാപിതമായ ഇത് സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂർ. ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമാണ് മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കെയ്ബുൾ ലാംജാവോ. ഇത് ലോക്താക്ക് തടാകത്തിന്റെ ഭാഗമാണ്. വംശനാശഭീഷണി നേരിടുന്ന സാങ്കായ് മാനുകളുടെ ആവാസ കേന്ദ്രം കൂടിയാണിത്. കാഞ്ചൻജംഗ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം. സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജംഗ ദേശീയോദ്യാനം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക മിശ്രിത പൈതൃക സൈറ്റാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗയുടെ പേരിലാണ് ഈ ഉദ്യാനം അറിയപ്പെടുന്നത്. ഏത് സംസ്ഥാനത്താണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്? കേരളം. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. വംശനാശഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെയുള്ള നിരവധി അപൂർവ സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണിത്. സൈലന്റ് വാലി പ്രക്ഷോഭം പരിസ്ഥിതി സംരക്ഷണ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. ഹെമിസ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു ആൻഡ് കാശ്മീർ. ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് ദേശീയോദ്യാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ്. മഞ്ഞപ്പുലികളുടെ ലോകതലസ്ഥാനം എന്നറിയപ്പെടുന്ന ഇത് ഹിമാലയൻ വന്യജീവികളുടെ സംരക്ഷണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. കേവൽദേവ് ഗാന ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ. രാജസ്ഥാനിലെ ഭരത്പൂരിൽ സ്ഥിതി ചെയ്യുന്ന കേവൽദേവ് ഗാന ദേശീയോദ്യാനം ഒരു ലോക പൈതൃക സൈറ്റാണ്. ദേശാടന പക്ഷികൾക്ക് പേരുകേട്ട ഈ പക്ഷിസങ്കേതം പക്ഷിനിരീക്ഷണത്തിന് പ്രശസ്തമാണ്. കച്ച് ഉൾക്കടലിലെ മറൈൻ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്.
ഗുജറാത്തിലെ ജാംനഗറിന് സമീപം സ്ഥിതി ചെയ്യുന്ന കച്ച് ഉൾക്കടലിലെ മറൈൻ ദേശീയോദ്യാനം ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ദേശീയോദ്യാനമാണ്. പവിഴപ്പുറ്റുകൾ, ഡോൾഫിനുകൾ, കടലാമകൾ എന്നിവയുൾപ്പെടെയുള്ള സമുദ്രജീവികളുടെ സംരക്ഷണത്തിന് ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. രണംബോർ ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ. രാജസ്ഥാനിലെ സവായ് മാധോപൂരിൽ സ്ഥിതി ചെയ്യുന്ന രണംബോർ ദേശീയോദ്യാനം കടുവാ സംരക്ഷണത്തിന് പ്രശസ്തമാണ്. ചരിത്രപരമായ പ്രാധാന്യമുള്ള രണംബോർ കോട്ടയും ഈ ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ (OIC) എപ്പോഴാണ് സ്ഥാപിതമായത്? 1969. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ (OIC) 1969-ൽ മൊറോക്കോയിലെ റബാത്തിൽ നടന്ന ഒരു ഉച്ചകോടിയിൽ രൂപീകൃതമായി. ലോകത്തിലെ രണ്ടാമത്തെ വലിയ അന്താരാഷ്ട്ര സംഘടനയാണിത്. മുസ്ലിം ലോകത്തിന്റെ കൂട്ടായ ശബ്ദമായി ഇത് പ്രവർത്തിക്കുന്നു. രാസായുധ നിരോധന സംഘടനയുടെ OPCW ആസ്ഥാനം എവിടെയാണ്? ഹേഗ്, നെതർലാൻഡ്സ്. രാസായുധ നിരോധന സംഘടന OPCW 1997-ൽ സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര സ്ഥാപനമാണ്. രാസായുധ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനും ലോകമെമ്പാടുമുള്ള രാസായുധങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഇത് പ്രവർത്തിക്കുന്നു. 2013-ൽ ഈ സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിന്റെ OPEC ആസ്ഥാനം എവിടെയാണ്? വിയന്ന, ഓസ്ട്രിയ. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് (OPEC) എന്ന സംഘടനയുടെ ആസ്ഥാനം ഓസ്ട്രിയയിലെ വിയന്നയിലാണ്. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ നയങ്ങൾ ഏകോപിപ്പിക്കുകയും ആഗോള എണ്ണ വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് OPEC-യുടെ പ്രധാന ലക്ഷ്യം. വസായി യുദ്ധം എപ്പോഴാണ് നടന്നത്? ആര് ആരെയാണ് പരാജയപ്പെടുത്തിയത്? വസായി യുദ്ധം 1739 CE-ൽ നടന്നു. അതിൽ മറാത്തകൾ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. 1739-ൽ നടന്ന വസായി യുദ്ധത്തിൽ മറാത്ത സൈന്യം പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം പോർച്ചുഗീസുകാരുടെ തന്ത്രപ്രധാനമായ പ്രദേശമായ വസായ് കോട്ടയുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്താനിടയാക്കി. ഒന്നാം കത്വ യുദ്ധത്തിൽ ഏതൊക്കെ കക്ഷികളാണ് ഉൾപ്പെട്ടിരുന്നത്? അത് എപ്പോഴാണ് നടന്നത്? ഒന്നാം കത്വ യുദ്ധം 1742-ൽ ബംഗാൾ നവാബും മറാത്തകളും തമ്മിലാണ് നടന്നത്. ഒന്നാം കത്വ യുദ്ധം 1742-ൽ ബംഗാൾ നവാബും മറാത്തകളും തമ്മിൽ നടന്നു. ഇത് മറാത്തകളുടെ ബംഗാളിലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ ഭാഗമായിരുന്നു. പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള ഈ സംഘർഷം ബ്രിട്ടീഷ് ആധിപത്യത്തിനു മുമ്പുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സ്ഥിതിഗതികളുടെ ഒരു പ്രധാന ഉദാഹരണമാണ്. രണ്ടാം കത്വ യുദ്ധം എപ്പോഴാണ് നടന്നത്? ആരെല്ലാം തമ്മിലായിരുന്നു? രണ്ടാം കത്വ യുദ്ധം 1745-ൽ ബംഗാൾ നവാബും മറാത്തകളും തമ്മിലാണ് നടന്നത്. രണ്ടാം കത്വ യുദ്ധം 1745-ൽ ബംഗാൾ നവാബും മറാത്തകളും തമ്മിൽ നടന്നു. ഒന്നാം യുദ്ധത്തിനു സമാനമായി ഇത് ബംഗാൾ പ്രവിശ്യയിൽ മറാത്തകളുടെ സ്വാധീനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിലെ പ്രാദേശിക സൈനിക സംഘർഷങ്ങളുടെ തുടർച്ചയായുള്ള ഒരു പ്രധാന സംഭവമാണിത്. ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നത് എപ്പോഴാണ്? പ്രധാനമായും ആരെല്ലാമായിരുന്നു ഇതിലെ പോരാളികൾ? ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 1748 വരെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ്, ഫ്രഞ്ച് സൈന്യങ്ങൾ തമ്മിലാണ് പ്രധാനമായും നടന്നത്. ഒന്നാം കർണാട്ടിക് യുദ്ധം യൂറോപ്പിൽ നടന്ന ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന ഈ യുദ്ധം യൂറോപ്യൻ ശക്തികളുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആധിപത്യത്തിനായുള്ള പോരാട്ടങ്ങളുടെ തുടക്കമായി അടയാളപ്പെടുത്തി. എക്സല ചാപ്പൽ സന്ധിയിലൂടെയാണ് ഇത് അവസാനിച്ചത്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്? അതിന്റെ കാലയളവ് എത്രയായിരുന്നു? 1749 മുതൽ 1754 വരെ കാലയളവിൽ നടന്ന രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ഫ്രഞ്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. രണ്ടാം കർണാട്ടിക് യുദ്ധം ഇന്ത്യൻ ഭരണാധികാരികളുടെ പിന്തുടർച്ചാവകാശ തർക്കങ്ങളിൽ യൂറോപ്യൻ ശക്തികൾ ഇടപെട്ടതിലൂടെയാണ് ആരംഭിച്ചത്. ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തിയത് ഇന്ത്യയിലെ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. പോണ്ടിച്ചേരി ഉടമ്പടിയിലൂടെയാണ് ഈ യുദ്ധം അവസാനിച്ചത്. പ്ലാസി യുദ്ധം നടന്നത് എപ്പോഴാണ്? ബ്രിട്ടീഷ് സൈന്യം ആരെയാണ് പരാജയപ്പെടുത്തിയത്? പ്ലാസി യുദ്ധം 1757-ൽ നടന്നു. അതിൽ ബ്രിട്ടീഷ് സൈന്യം ബംഗാൾ നവാബ് സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി.
1757 ജൂൺ 23 നടന്ന പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിത്തറയിട്ട യുദ്ധമായി കണക്കാക്കപ്പെടുന്നു. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേന മിർ ജാഫറിന്റെ വഞ്ചനയിലൂടെ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം ബംഗാളിൽ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിച്ചു. വാണ്ടിവാഷ് യുദ്ധം ആരെല്ലാം തമ്മിലാണ്, ഏതു വർഷമാണ് നടന്നത്? വാണ്ടിവാഷ് യുദ്ധം 1760 ബ്രിട്ടീഷ്, ഫ്രഞ്ച് സൈന്യങ്ങൾ തമ്മിലാണ് നടന്നത്. 1760 നടന്ന വാണ്ടിവാഷ് യുദ്ധം മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഭാഗമായിരുന്നു. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പൂർണ്ണമായി പരാജയപ്പെടുത്തി ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ രാഷ്ട്രീയ സ്വാധീനം ഫലത്തിൽ അവസാനിപ്പിച്ചു. ഇത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിക്കുന്നതിൽ ഒരു നിർണായക പങ്കുവഹിച്ചു. മൂന്നാം പാനിപ്പത്ത് യുദ്ധം എപ്പോഴാണ് നടന്നത്? പ്രധാന പോരാളികൾ ആരായിരുന്നു? ആരാണ് വിജയിച്ചത്? മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1761 നടന്നു. അഫ്ഗാനിസ്ഥാൻ രാജാവായ അഹമ്മദ് ഷാ അബ്ദാലി മറാത്ത സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി. 1761 ജനുവരി 14 നടന്ന മൂന്നാം പാനിപ്പത്ത് യുദ്ധം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. മറാത്ത സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിക്കാൻ ഇത് കാരണമായി. ഇത് പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് ഇന്ത്യയിൽ അധികാരം ഉറപ്പിക്കാൻ വഴിയൊരുക്കി. അഫ്ഗാൻ ഭരണാധികാരി അഹമ്മദ് ഷാ അബ്ദാലിയുടെ വിജയം മറാത്തകളുടെ സ്വാധീനം ഇല്ലാതാക്കി. ബക്സർ യുദ്ധത്തിൽ പോരാളികൾ ആരായിരുന്നു? എപ്പോഴാണ് അത് നടന്നത്? ബ്രിട്ടീഷ് സേനയെ നയിച്ചത് ആരാണ്? ബക്സർ യുദ്ധം 1764 നടന്നു. ഹെക്ടർ മൺറോയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും മിർ കാസിം, ബംഗാൾ നവാബ്, ഔദ് നവാബ്, മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമൻ എന്നിവരുടെ സംയുക്ത സൈന്യവും തമ്മിലായിരുന്നു യുദ്ധം. 1764 ഒക്ടോബർ 22 നടന്ന ബക്സർ യുദ്ധം പ്ലാസി യുദ്ധത്തേക്കാൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിക്കുന്നതിൽ കൂടുതൽ നിർണായകമായിരുന്നു. ഈ യുദ്ധത്തിലെ ബ്രിട്ടീഷ് വിജയം ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലെ സാമ്പത്തിക, രാഷ്ട്രീയ നിയന്ത്രണം അവർക്ക് നൽകി. ഹെക്ടർ മൺറോയായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത്. ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ കാലയളവ് എത്രയായിരുന്നു? ഏതൊക്കെ ശക്തികളാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത്? ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1767 മുതൽ 1769 വരെ കാലഘട്ടത്തിൽ മൈസൂർ സുൽത്താനത്തും ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും തമ്മിൽ നടന്നു. ഹൈദരാലിയുടെ നേതൃത്വത്തിലുള്ള മൈസൂർ സുൽത്താനത്തും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും തമ്മിൽ നടന്ന ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ഇന്ത്യൻ ശക്തിക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ വിജയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. മദ്രാസ് ഉടമ്പടിയിലൂടെയാണ് ഈ യുദ്ധം അവസാനിച്ചത്. ഇത് ബ്രിട്ടീഷ് സൈന്യത്തിന് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. ഒന്നാം റോഹില്ല യുദ്ധം എപ്പോഴാണ് നടന്നത്? പ്രധാന പോരാളികൾ ആരായിരുന്നു? ഒന്നാം റോഹില്ല യുദ്ധം 1773 മുതൽ 1774 വരെ കാലഘട്ടത്തിൽ ഔദ് നവാബ് ഷുജാ ഉദ് ദൗളയും റോഹില്ലകളും തമ്മിലാണ് നടന്നത്. ഒന്നാം റോഹില്ല യുദ്ധം 1773 മുതൽ 1774 വരെ ഔദ് നവാബും റോഹില്ലകളും തമ്മിൽ നടന്നു. നവാബിനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി പിന്തുണച്ചു. ഈ യുദ്ധം റോഹിൽഖണ്ഡിൽ ഔദ് നവാബിന്റെ ആധിപത്യം ഉറപ്പിക്കാൻ സഹായിച്ചു. ഇത് ബ്രിട്ടീഷ് രാഷ്ട്രീയ ഇടപെടലുകൾക്ക് പുതിയ മാനം നൽകി. ഒന്നാം ആംഗ്ലോ മറാഠ യുദ്ധം എപ്പോഴാണ് നടന്നത്? ഏതൊക്കെ ശക്തികൾ തമ്മിലായിരുന്നു അത്? ഒന്നാം ആംഗ്ലോ മറാഠ യുദ്ധം 1775 മുതൽ 1782 വരെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും മറാഠ സാമ്രാജ്യവും തമ്മിൽ നടന്നു. ഒന്നാം ആംഗ്ലോ മറാഠ യുദ്ധം സൂറത്ത് ഉടമ്പടിയോടെയാണ് ആരംഭിച്ചത്. ഇത് ബ്രിട്ടീഷുകാർ രഘുനാഥ റാവുവിനെ പിന്തുണച്ചതിനെ തുടർന്നാണ്. ഈ യുദ്ധം 1782 സൽബായ ഉടമ്പടി പ്രകാരം അവസാനിച്ചു. ഇത് 20 വർഷത്തോളം സമാധാനം ഉറപ്പാക്കി. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം എത്ര കാലം നീണ്ടുനിന്നു? ആരെല്ലാം അതിൽ പങ്കെടുത്തു? രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1780 മുതൽ 1784 വരെ നീണ്ടുനിന്നു. മൈസൂർ രാജ്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും തമ്മിലായിരുന്നു അത്. ഹൈദരാലിയുടെ നേതൃത്വത്തിലുള്ള മൈസൂരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന ഈ യുദ്ധം മംഗലാപുരം ഉടമ്പടിയിൽ കലാശിച്ചു. യുദ്ധത്തിൽ ഹൈദരാലി മരിക്കുകയും അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താൻ അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം എപ്പോഴാണ് നടന്നത്? ആരെല്ലാം തമ്മിലായിരുന്നു അത്? മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1790 മുതൽ 1792 വരെ കാലഘട്ടത്തിൽ മൈസൂർ രാജ്യവും ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും തമ്മിൽ നടന്നു. ഈ യുദ്ധം ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു.
ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം അവസാനിച്ച ഈ യുദ്ധം ടിപ്പുവിന് തന്റെ രാജ്യത്തിന്റെ പകുതിയും വൻതുകയും ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ടിവന്ന ഒരു പ്രധാന തിരിച്ചടിയായിരുന്നു. നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം എത്ര കാലം നീണ്ടുനിന്നു? ആരായിരുന്നു പ്രധാന പോരാളികൾ? നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1798 മുതൽ CE 1799 വരെ കാലഘട്ടത്തിൽ മൈസൂർ രാജ്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും തമ്മിൽ നടന്നു. ഈ യുദ്ധം ടിപ്പു സുൽത്താന്റെ മരണത്തിലും ശ്രീരംഗപട്ടണം കോട്ടയുടെ പതനത്തിലും കലാശിച്ചു. ലോർഡ് വെല്ലസ്ലി ആയിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഈ യുദ്ധത്തോടെ മൈസൂർ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി. രണ്ടാം ആംഗ്ലോ മറാഠ യുദ്ധം എപ്പോഴാണ് നടന്നത്? ഏതൊക്കെ കക്ഷികൾ തമ്മിലായിരുന്നു അത്? രണ്ടാം ആംഗ്ലോ മറാഠ യുദ്ധം 1803 മുതൽ CE 1805 വരെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും മറാഠ സാമ്രാജ്യവും തമ്മിൽ നടന്നു. ബസ്സൈൻ ഉടമ്പടി ഈ യുദ്ധത്തിന് വഴിയൊരുക്കി. ഈ യുദ്ധത്തിൽ മറാഠകൾക്ക് അവരുടെ പല പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർക്ക് കൈമാറേണ്ടി വന്നു. ഇത് മറാഠ ശക്തിയെ ഗണ്യമായി ക്ഷയിപ്പിച്ചു. മൂന്നാം ആംഗ്ലോ മറാഠ യുദ്ധം എത്ര കാലം നീണ്ടുനിന്നു? ആരായിരുന്നു പോരാളികൾ? മൂന്നാം ആംഗ്ലോ മറാഠ യുദ്ധം 1817 മുതൽ CE 1818 വരെ നീണ്ടുനിന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും മറാഠ സാമ്രാജ്യവും തമ്മിലായിരുന്നു അത്. ഈ യുദ്ധം മറാഠ സാമ്രാജ്യത്തിന്റെ അന്ത്യത്തിന് കാരണമായി. പേഷ്വാ പദവി നിർത്തലാക്കുകയും പേഷ്വാ ബാജിറാവു രണ്ടാമനെ ബ്രിട്ടീഷുകാർ കാൺപൂരിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം എപ്പോഴാണ് നടന്നത്? ആരെല്ലാം തമ്മിലായിരുന്നു അത്? ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം 1845 മുതൽ CE 1846 വരെ കാലഘട്ടത്തിൽ സിഖ് സാമ്രാജ്യവും ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും തമ്മിൽ നടന്നു. മഹാരാജ രഞ്ജിത് സിംഗിന്റെ മരണശേഷം സിഖ് സാമ്രാജ്യത്തിലെ ആഭ്യന്തര കലഹങ്ങളാണ് ഈ യുദ്ധത്തിലേക്ക് നയിച്ചത്. 1846-ൽ ലാഹോർ ഉടമ്പടിയോടെ യുദ്ധം അവസാനിച്ചു. ഇത് സിഖ് സാമ്രാജ്യത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം എത്ര കാലം നീണ്ടുനിന്നു? ഏതൊക്കെ ശക്തികളാണ് അതിൽ പങ്കെടുത്തത്? രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം 1848 മുതൽ CE 1849 വരെ നീണ്ടുനിന്നു. സിഖ് സാമ്രാജ്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും തമ്മിലായിരുന്നു അത്. ഈ യുദ്ധം സിഖ് സാമ്രാജ്യത്തിന്റെ പതനത്തിനും പഞ്ചാബ് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നതിനും കാരണമായി. ലോർഡ് ഡൽഹൌസി ആയിരുന്നു അന്നത്തെ ഗവർണർ ജനറൽ. ഭൂട്ടാൻ യുദ്ധം എപ്പോഴാണ് നടന്നത്? ആരെല്ലാം തമ്മിലായിരുന്നു അത്? ഭൂട്ടാൻ യുദ്ധം 1865 CE-ൽ ഭൂട്ടാനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും തമ്മിൽ നടന്നു. 1865-ൽ സിഞ്ചുല ഉടമ്പടി പ്രകാരം ഈ യുദ്ധം അവസാനിച്ചു. ഈ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർ ഭൂട്ടാന് വാർഷിക സഹായധനം നൽകുകയും ചില തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്തു. മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം എപ്പോഴാണ് നടന്നത്? ആരായിരുന്നു പ്രധാന പോരാളികൾ? മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം 1919 CE-ൽ ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടന്നു. ഈ യുദ്ധം അഫ്ഗാനിസ്ഥാന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തി. 1919-ൽ റാവൽപിണ്ടി ഉടമ്പടിയോടെയാണ് യുദ്ധം അവസാനിച്ചത്. അമീർ അമാനുള്ള ഖാന്റെ നേതൃത്വത്തിലായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഈ യുദ്ധത്തിൽ പങ്കെടുത്തത്. ഇംഫാൽ യുദ്ധം എന്നാണ് നടന്നത്? ആരായിരുന്നു യുദ്ധത്തിൽ പങ്കെടുത്തവർ? ഇംഫാൽ യുദ്ധം 1944 CE-ൽ ബ്രിട്ടീഷ് ഇന്ത്യയും സഖ്യകക്ഷികൾ ജാപ്പനീസ് ചക്രവർത്തിയുടെ സേനയും തമ്മിലാണ് നടന്നത്. ഇംഫാൽ യുദ്ധം രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യ ബർമ്മ അതിർത്തിയിൽ നടന്ന ഒരു നിർണായക പോരാട്ടമായിരുന്നു. 1944 മാർച്ചിൽ ആരംഭിച്ച് ജൂലൈ വരെ നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ സഖ്യകക്ഷികൾ ജാപ്പനീസ് മുന്നേറ്റത്തെ തടയുകയും പിന്നീട് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇത് കിഴക്കൻ മേഖലയിൽ ജപ്പാന്റെ സൈനിക പരാജയത്തിന്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. ജർമ്മനി ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായും ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയായും വിഭജിക്കപ്പെട്ടത് എന്ന് 1949 CE. രണ്ടാം ലോകമഹായുദ്ധാനന്തരം സഖ്യകക്ഷികളുടെ നിയന്ത്രണത്തിലായിരുന്ന ജർമ്മനി 1949-ൽ കിഴക്കൻ ജർമ്മനി, ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, സോവിയറ്റ് ബ്ലോക്ക്, പശ്ചിമ ജർമ്മനി, ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി, പാശ്ചാത്യ ബ്ലോക്ക് എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടു. ഇത് ശീതയുദ്ധത്തിന്റെ പ്രധാന ചിഹ്നങ്ങളിലൊന്നായിരുന്നു. 1949-ൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയത് ആര്? മാവോ സെതോങ്.
1949 ഒക്ടോബർ 1 ബെയ്ജിംഗിലെ ടിയാനൻമെൻ സ്ക്വയറിൽ മാവോ സെഡോങ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനം പ്രഖ്യാപിച്ചു. ഇതോടെ ചൈനീസ് ആഭ്യന്തരയുദ്ധം അവസാനിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം ആരംഭിക്കുകയും ചെയ്തു. ജപ്പാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയും ജപ്പാനിലെ അധിനിവേശം അവസാനിപ്പിക്കുകയും ചെയ്ത ഉടമ്പടി ഏതാണ്? സാൻ ഫ്രാൻസിസ്കോ ഉടമ്പടി 1951 CE. 1951 ഒപ്പുവെച്ച സാൻ ഫ്രാൻസിസ്കോ ഉടമ്പടി ജപ്പാനും രണ്ടാം ലോകമഹായുദ്ധത്തിലെ സഖ്യകക്ഷികളും തമ്മിലുള്ള സമാധാന ഉടമ്പടിയായിരുന്നു. ഇത് യുദ്ധാനന്തര ജപ്പാനിലെ സഖ്യകക്ഷികളുടെ അധിനിവേശം ഔപചാരികമായി അവസാനിപ്പിക്കുകയും ജപ്പാനെ ഒരു പരമാധികാര രാജ്യമായി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഫറൂഖ് രാജാവിനെ അട്ടിമറിക്കുകയും ബ്രിട്ടീഷ് അധിനിവേശം അവസാനിപ്പിക്കുകയും ചെയ്ത ഈജിപ്ഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആര്? ഗമാൽ അബ്ദുൽ നാസർ. 1952 ഈജിപ്ഷ്യൻ വിപ്ലവം ഫ്രീ ഓഫീസേഴ്സ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്നു. ഈ വിപ്ലവം ഫറൂഖ് ഒന്നാമൻ രാജാവിനെ പുറത്താക്കുകയും ഈജിപ്ഷ്യൻ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. ഗമാൽ അബ്ദുൽ നാസർ പിന്നീട് ഈജിപ്തിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റു. സോവിയറ്റ് നേതാവ് ജോസഫ് സ്റ്റാലിൻ ഏതു വർഷമാണ് മരിച്ചത്? 1953 CE. ജോസഫ് സ്റ്റാലിൻ 1953 മാർച്ച് 5 അന്തരിച്ചു. ഏകദേശം 30 വർഷത്തോളം സോവിയറ്റ് യൂണിയന്റെ പരമോന്നത നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണശേഷം സോവിയറ്റ് യൂണിയന്റെ രാഷ്ട്രീയത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു. ആണവോർജ്ജം ഉപയോഗിച്ച് ആദ്യമായി വൈദ്യുതി ഉത്പാദിപ്പിച്ചത് ഏത് രാജ്യമാണ്? സോവിയറ്റ് യൂണിയൻ. 1954 സോവിയറ്റ് യൂണിയനിലെ ഒബ്നിൻസ്കിൽ ആദ്യത്തെ ആണവോർജ്ജ നിലയം ഒബ്നീൻസ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. ഇത് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനുള്ള ആണവോർജ്ജത്തിന്റെ ആദ്യത്തെ വിജയകരമായ ഉപയോഗമായിരുന്നു. വാർസോ ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ്? 1955 CE. 1955 മെയ് 14 പോളണ്ടിലെ വാർസോയിൽ വെച്ച് സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ച ഒരു സൈനിക സഖ്യമാണ് വാർസോ ഉടമ്പടി. നാറ്റോ സഖ്യത്തിനെതിരായ ഒരു പ്രതിരോധ കൂട്ടായ്മയായി ഇത് പ്രവർത്തിച്ചു. ഏത് ഉപഗ്രഹത്തിന്റെ വിക്ഷേപണമാണ് ബഹിരാകാശയുഗത്തിന് തുടക്കം കുറിച്ചത്? സ്പുട്നിക് I. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് I ഭ്രമണപഥത്തിലെത്തിയ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിരുന്നു. ഇത് ബഹിരാകാശ ഗവേഷണ മത്സരത്തിന് തുടക്കമിടുകയും ആധുനിക ബഹിരാകാശയുഗത്തിന് വഴിമരുന്നിടുകയും ചെയ്തു. 1958 സ്ഥാപിക്കപ്പെട്ട പ്രമുഖ ബഹിരാകാശ ഏജൻസി ഏതാണ്? നാസ, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. 1958 ജൂലൈ 29 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് ഡ്വൈറ്റ് ഡി. ഐസൻഹോവർ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് ആക്ട് ഒപ്പുവെച്ചതിനെ തുടർന്നാണ് നാസ സ്ഥാപിക്കപ്പെട്ടത്. അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണങ്ങൾക്കും വ്യോമയാന പഠനങ്ങൾക്കും നേതൃത്വം നൽകുക എന്നതാണ് നാസയുടെ പ്രധാന ലക്ഷ്യം. ക്യൂബൻ വിപ്ലവം നടന്നത് എന്നാണ്? 1959 CE. ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ 1953 ആരംഭിച്ച് 1959 പൂർത്തിയായ ഒരു സായുധ പോരാട്ടമാണ് ക്യൂബൻ വിപ്ലവം. ഈ വിപ്ലവം ഫുൾജൻസിയോ ബാറ്റിസ്റ്റയുടെ ഏകാധിപത്യ ഭരണത്തെ അട്ടിമറിക്കുകയും ക്യൂബയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്ഥാപിക്കുകയും ചെയ്തു. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ഏതു വർഷമാണ് സംഭവിച്ചത്? 1962 CE. 1962 ഒക്ടോബറിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ക്യൂബയും തമ്മിൽ നടന്ന ഒരു നിർണായക ഏറ്റുമുട്ടലായിരുന്നു ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ ആണവ മിസൈലുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ശീതയുദ്ധകാലത്തെ ഏറ്റവും അപകടകരമായ നിമിഷങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. സിനോ ഇന്ത്യൻ യുദ്ധം നടന്നത് എന്ന്? 1962 CE. 1962 ഒക്ടോബറിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന ഒരു അതിർത്തി തർക്കത്തെ തുടർന്നുള്ള യുദ്ധമാണിത്. ഹിമാലയൻ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഈ യുദ്ധത്തിന് കാരണമായി. ഈ യുദ്ധം ഇന്ത്യയുടെ വിദേശനയത്തിലും സൈനിക ശേഷിയിലും വലിയ സ്വാധീനം ചെലുത്തി. US പ്രസിഡന്റ് ജോൺ എഫ്. കെന്നഡി വധിക്കപ്പെട്ടത് ഏതു വർഷമാണ്? 1963 CE.
1963 നവംബർ 22 ഡാളസിൽ വെച്ച് വെടിയേറ്റാണ് ജോൺ എഫ്. കെന്നഡി കൊല്ലപ്പെട്ടത്. ലീ ഹാർവി ഓസ്വാൾഡ് ആണ് കൊലയാളിയെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സംഭവം അമേരിക്കൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദുരന്തമായി കണക്കാക്കപ്പെടുന്നു. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ അന്തരിച്ചത് ഏതു വർഷമാണ്? 1965 CE. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ 1965 ജനുവരി 24 അന്തരിച്ചു. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വവും പ്രസംഗപാടവവും യുദ്ധകാലത്ത് ബ്രിട്ടന് വലിയ പ്രചോദനമായിരുന്നു. 1968 ദരിദ്രരുടെ പ്രചാരണ വേളയിൽ വധിക്കപ്പെട്ട പ്രമുഖ വ്യക്തികൾ ആരെല്ലാം? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, റോബർട്ട് എഫ്. കെന്നഡി. 1968 അമേരിക്കൻ സിവിൽ അവകാശ പ്രസ്ഥാനത്തിലെ നേതാവായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന റോബർട്ട് എഫ്. കെന്നഡിയും വധിക്കപ്പെട്ടു. ഈ സംഭവങ്ങൾ ദരിദ്രരുടെ പ്രചാരണ പരിപാടികൾക്ക് വലിയ തിരിച്ചടിയാകുകയും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുകയും ചെയ്തു. 1969 ലിബിയൻ അറബ് റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിനായി ലിബിയയിലെ കിങ് ഇദ്രിസിനെ അട്ടിമറിച്ചത് ആര്? മുഅമ്മർ ഗദ്ദാഫി. 1969 സെപ്റ്റംബർ 1 കേണൽ മുഅമ്മർ ഗദ്ദാഫിയുടെ നേതൃത്വത്തിലുള്ള സൈനികർ ലിബിയയിലെ കിങ് ഇദ്രിസിനെതിരെ രക്തരഹിതമായ ഒരു അട്ടിമറി നടത്തി. ഇതോടെ ലിബിയൻ അറബ് റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ഗദ്ദാഫി ലിബിയയുടെ പരമോന്നത നേതാവായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണകാലം നീണ്ടതും വിവാദപരവുമായിരുന്നു. അമേരിക്ക വിക്ഷേപിച്ച ആദ്യത്തെ ബഹിരാകാശ നിലയം ഏതായിരുന്നു? സ്കൈലാബ്. അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയമായ സ്കൈലാബ് 1973 മെയ് 14 വിക്ഷേപിച്ചു. ഭൂമിയെ ഭ്രമണം ചെയ്ത ഈ നിലയം ബഹിരാകാശ ഗവേഷണങ്ങൾക്കും വിവിധ ശാസ്ത്രീയ പഠനങ്ങൾക്കും ഉപയോഗിച്ചു. 1979 ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് കത്തിനശിച്ചു. എബോള വൈറസിന്റെ ആദ്യത്തെ അംഗീകൃത വ്യാപനം എപ്പോഴാണ്, എവിടെയാണ് നടന്നത്? 1976 CE സൈറയിലെ, ഇപ്പോഴത്തെ DRC, എബോള നദിക്കരികിൽ. എബോള വൈറസിന്റെ ആദ്യത്തെ അംഗീകൃത വ്യാപനം 1976 സൈറയിലെ, ഇപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, എബോള നദിക്കടുത്തുള്ള യാംബുഗിൽ റിപ്പോർട്ട് ചെയ്തു. എബോള നദിയുടെ പേരിൽ നിന്നാണ് ഈ വൈറസിന് പേര് ലഭിച്ചത്. ഇത് ലോകമെമ്പാടും വലിയ ആരോഗ്യ ഭീഷണിയുയർത്തിയ ഒരു മാരക രോഗമാണ്. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ചത് ഏതു വർഷമാണ്? 1978 CE. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവായ ലൂയിസ് ബ്രൗൺ 1978 ജൂലൈ 25 ഇംഗ്ലണ്ടിൽ ജനിച്ചു. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ IVF സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ജനിച്ച ആദ്യത്തെ മനുഷ്യ ശിശുവായിരുന്നു ഇത്. വൈദ്യശാസ്ത്രത്തിലെ ഒരു നിർണായക മുന്നേറ്റമായി ഈ ജനനം അടയാളപ്പെടുത്തി. 1979 യുകെയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായത് ആര്? മാർഗരറ്റ് താച്ചർ. 1979 മാർഗരറ്റ് താച്ചർ ബ്രിട്ടന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. അയേൺ ലേഡി എന്ന് അറിയപ്പെട്ടിരുന്ന അവർ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലും സമ്പദ്വ്യവസ്ഥയിലും ആഴത്തിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തി. 1979 മുതൽ 1990 വരെ അവർ പ്രധാനമന്ത്രി പദത്തിൽ തുടർന്നു. 1985 സോവിയറ്റ് യൂണിയന്റെ പ്രധാനമന്ത്രിയായി ഗ്ലാസ്നോസ്റ്റ്, പെരസ്ട്രോയിക്ക തുടങ്ങിയ പരിഷ്കാരങ്ങൾ ആരംഭിച്ചത് ആര്? മിഖായേൽ ഗോർബച്ചേവ്. 1985 സോവിയറ്റ് യൂണിയന്റെ നേതാവായ മിഖായേൽ ഗോർബച്ചേവ് സാമൂഹികവും സാമ്പത്തികവുമായ പരിഷ്കാരങ്ങളായ ഗ്ലാസ്നോസ്റ്റ്, തുറന്ന സമീപനം, പെരസ്ട്രോയിക്ക, പുനഃസംഘടന എന്നിവയ്ക്ക് തുടക്കമിട്ടു. ഈ നയങ്ങൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കും ശീതയുദ്ധം അവസാനിക്കുന്നതിനും കാരണമായി. അദ്ദേഹത്തിന് 1990 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. DNA ഫിംഗർപ്രിന്റിംഗ് ആദ്യമായി ഉപയോഗിച്ചത് ഏതു വർഷമാണ്? 1985 CE. DNA ഫിംഗർപ്രിന്റിംഗ്, DNA പ്രൊഫൈലിംഗ് എന്നും അറിയപ്പെടുന്നു, ആദ്യമായി ഉപയോഗിച്ചത് 1985 ബ്രിട്ടീഷ് ജനിതക ശാസ്ത്രജ്ഞനായ അലക് ജെഫ്രീസ് ആണ്. ഇത് ഫോറൻസിക് സയൻസിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയും കുറ്റവാളികളെ തിരിച്ചറിയുന്നതിനും പിതൃത്വം നിർണ്ണയിക്കുന്നതിനും സഹായിക്കുകയും ചെയ്തു.
ചെർണോബിൽ ആണവ ദുരന്തം സംഭവിച്ചത് ഏതു വർഷമാണ്? 1986 CE. 1986 ഏപ്രിൽ 26 ഉക്രൈനിലെ ചെർണോബിൽ ആണവ നിലയത്തിൽ നടന്ന സ്ഫോടനം ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തങ്ങളിലൊന്നാണ്. ഇത് വലിയ പാരിസ്ഥിതികവും ആരോഗ്യപരവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ആണവോർജ്ജ സുരക്ഷയെക്കുറിച്ചുള്ള ആഗോള സംവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ശീതയുദ്ധത്തിന്റെ അന്ത്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് ബെർലിൻ മതിൽ തകർന്നത് എപ്പോഴാണ്? 1989 CE. 1989 നവംബർ 9 ബെർലിൻ മതിൽ തകർന്നത് കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെയും ശീതയുദ്ധത്തിന്റെയും അവസാനത്തെ ഒരു പ്രധാന ചിഹ്നമായിരുന്നു. ഇത് ജർമ്മനിയുടെ ഏകീകരണത്തിലേക്കും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിലേക്കും നയിച്ച സുപ്രധാനമായ ഒരു സംഭവമാണ്. വേൾഡ് വൈഡ് വെബ് WWW കണ്ടുപിടിച്ചതിന്റെ പേരിൽ ആർക്കാണ് അംഗീകാരം ലഭിച്ചത്? സർ ടിം ബെർണേഴ്സ്-ലീ. സർ ടിം ബെർണേഴ്സ്-ലീ 1989 CERN-ൽ വെച്ച് വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചു. വിവരങ്ങൾ പങ്കിടാൻ കഴിയുന്ന ഒരു ആഗോള സംവിധാനം എന്ന നിലയിൽ ഇന്റർനെറ്റിന്റെ വികസനത്തിന് ഇത് വലിയ സംഭാവന നൽകി, ആധുനിക ഡിജിറ്റൽ യുഗത്തിന് അടിത്തറ പാകി. ഗൾഫ് യുദ്ധം ആരംഭിച്ചത് എപ്പോഴാണ്? 1990 CE. 1990 ഓഗസ്റ്റ് 2 ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചതോടെയാണ് ഒന്നാം ഗൾഫ് യുദ്ധം ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തോടെയുള്ള സഖ്യസേനയുടെ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന സൈനിക നടപടിയിലൂടെയാണ് ഈ യുദ്ധം അവസാനിച്ചത്. 27 വർഷത്തെ ജയിൽവാസത്തിനുശേഷം നെൽസൺ മണ്ടേലയെ ഏതു വർഷമാണ് മോചിപ്പിച്ചത്? 1990 CE. വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തിന്റെ പ്രതീകമായ നെൽസൺ മണ്ടേലയെ 1990 ഫെബ്രുവരി 11 ദക്ഷിണാഫ്രിക്കൻ സർക്കാർ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്. 27 വർഷത്തെ ജയിൽവാസത്തിനുശേഷം അദ്ദേഹത്തിന്റെ മോചനം ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന ഭരണത്തിന്റെ അന്ത്യത്തെയും ജനാധിപത്യത്തിലേക്കുള്ള മാറ്റത്തെയും അടയാളപ്പെടുത്തി. ഗൾഫ് യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചത് ഏതു വർഷമാണ്? 1991 CE. 1991 ഫെബ്രുവരി 28 സഖ്യസേനയുടെ നിർണായക വിജയത്തോടെയാണ് ഗൾഫ് യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചത്. കുവൈറ്റിൽ നിന്ന് ഇറാഖി സേന പിൻവാങ്ങിയതും UN സുരക്ഷാ കൗൺസിൽ പ്രമേയം 687 പാസാക്കിയതും യുദ്ധത്തിന്റെ അന്ത്യം കുറിച്ചു. സോവിയറ്റ് യൂണിയൻ ഔദ്യോഗികമായി പിരിച്ചുവിട്ടത് എപ്പോഴാണ്? 1991 CE. 1991 ഡിസംബർ 26 സോവിയറ്റ് യൂണിയൻ ഔദ്യോഗികമായി പിരിച്ചുവിട്ടു. ഇത് ശീതയുദ്ധത്തിന്റെ അന്ത്യത്തെ അടയാളപ്പെടുത്തുകയും റഷ്യ ഉൾപ്പെടെ 15 സ്വതന്ത്ര റിപ്പബ്ലിക്കുകൾ രൂപീകരിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗമരാഷ്ട്രീയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഇത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യൻ ഫെഡറേഷന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ബോറിസ് യെൽസിൻ. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം 1991 ബോറിസ് യെൽസിൻ റഷ്യൻ ഫെഡറേഷന്റെ ആദ്യ പ്രസിഡന്റായി. അദ്ദേഹം റഷ്യയെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് ഒരു സ്വതന്ത്ര ജനാധിപത്യ വിപണി സമ്പദ്വ്യവസ്ഥയിലേക്ക് നയിക്കാൻ ശ്രമിച്ചു. വേൾഡ് വൈഡ് വെബ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിക്കൊണ്ട് ആദ്യത്തെ പൊതു വെബ്സൈറ്റ് ആരംഭിച്ചത് ഏതു വർഷമാണ്? 1991 CE. 1991 ഓഗസ്റ്റ് 6 സ്വിറ്റ്സർലൻഡിലെ CERN-ൽ ലോകത്തിലെ ആദ്യത്തെ വെബ്സൈറ്റ് info.cern.ch പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി. ഇത് ഇന്റർനെറ്റിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയും ലോകമെമ്പാടുമുള്ള വിവരങ്ങളിലേക്കുള്ള പ്രവേശനം വിപ്ലവകരമാക്കുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയൻ രൂപീകരണത്തിലേക്ക് നയിച്ച ഉടമ്പടി ഏതാണ്? മാസ്ട്രിക്റ്റ് ഉടമ്പടി. മാസ്ട്രിക്റ്റ് ഉടമ്പടി 1992 ഫെബ്രുവരി 7 ഒപ്പുവെക്കുകയും 1993 നവംബർ 1 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇത് യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിന് അടിത്തറയിട്ടു. യൂറോപ്യൻ സാമ്പത്തിക സമൂഹം, പൊതുവിദേശ സുരക്ഷാ നയം, നീതിന്യായ ആഭ്യന്തര കാര്യങ്ങളിൽ സഹകരണം എന്നിങ്ങനെ 3 സ്തംഭങ്ങളിലായി യൂറോപ്യൻ യൂണിയൻ ഇതിലൂടെ സ്ഥാപിക്കപ്പെട്ടു. ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്കിയയും സമാധാനപരമായി വേർപിരിയുന്നതിലേക്ക് നയിച്ച വെൽവെറ്റ് ഡിവോഴ്സ് നടന്നത് ഏതു വർഷമാണ്? 1993 CE. ചെക്കോസ്ലോവാക്കിയയുടെ സമാധാനപരമായ പിളർപ്പിനെയാണ് വെൽവെറ്റ് ഡിവോഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്.
1993 ജനുവരി 1 ഇത് നടപ്പായി. ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ എന്നിങ്ങനെ രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. ഇത് യൂറോപ്പിലെ ഏറ്റവും സമാധാനപരമായ വിഭജനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. വർണ്ണവിവേചനം ദക്ഷിണാഫ്രിക്കയിൽ ഔദ്യോഗികമായി അവസാനിക്കുകയും നെൽസൺ മണ്ടേല പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത് എപ്പോഴാണ്? 1994 CE. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം 1994 ഔദ്യോഗികമായി അവസാനിച്ചു. അതേ വർഷം നടന്ന ആദ്യത്തെ ബഹുവംശീയ തിരഞ്ഞെടുപ്പിൽ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്തവർഗക്കാരനായ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് മനുഷ്യാവകാശങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും വിജയമായി ലോകം ആഘോഷിച്ചു. യുകെയും ഫ്രാൻസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചാനൽ ടണൽ ഔദ്യോഗികമായി തുറന്നത് ഏതു വർഷമാണ്? 1994 CE. ചാനൽ ടണൽ, യൂറോടണൽ എന്നും അറിയപ്പെടുന്നു. ഇംഗ്ലീഷ് ചാനലിനടിയിലൂടെ യുകെയിലെ ഫോക്സ്റ്റോണിനെയും ഫ്രാൻസിലെ കൂക്കല്ലസിനെയും ബന്ധിപ്പിക്കുന്നു. 1994 മെയ് 6 ഇത് ഔദ്യോഗികമായി തുറന്നു. എഞ്ചിനീയറിംഗ് വിസ്മയമായ ഈ ടണൽ റോഡ്, റെയിൽ ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നു. ലോക വ്യാപാര സംഘടന WTO സ്ഥാപിക്കപ്പെട്ടത് എപ്പോഴാണ്? 1995 CE. ലോക വ്യാപാര സംഘടന WTO 1995 ജനുവരി 1 ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ് GATT പിന്തുടർന്ന് രൂപീകരിച്ചു. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ജനീവയാണ് ഇതിന്റെ ആസ്ഥാനം. ഹോങ്കോങ്ങിന്റെ പരമാധികാരം യുകെയിൽ നിന്ന് ചൈനയ്ക്ക് കൈമാറിയത് എപ്പോഴാണ്? 1997 CE. 1997 ജൂലൈ 1 ഹോങ്കോങ്ങിന്റെ പരമാധികാരം യുകെയിൽ നിന്ന് ചൈനയ്ക്ക് കൈമാറി. ഇത് ചൈന ബ്രിട്ടീഷ് സംയുക്ത പ്രഖ്യാപനത്തെ തുടർന്നായിരുന്നു. ഒരു രാജ്യം, രണ്ട് സംവിധാനങ്ങൾ എന്ന നയപ്രകാരം ഹോങ്കോങ്ങിന് 50 വർഷത്തേക്ക് ഉയർന്ന സ്വയംഭരണം ഉറപ്പുനൽകി. ഗൂഗിൾ സ്ഥാപിച്ചത് ആരാണ്? ഏതു വർഷമാണ്? ലാറി പേജും സെർജി ബ്രിനും 1998 CE. സെർച്ച് എഞ്ചിൻ ഭീമനായ ഗൂഗിൾ 1998 ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ചു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥികളായിരുന്ന ഇവർ ലോകമെമ്പാടുമുള്ള വിവരങ്ങൾ ക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പനി ആരംഭിച്ചത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക കമ്പനികളിൽ ഒന്നാണിത്. യൂറോ ഒരു കറൻസിയായി അവതരിപ്പിച്ചത് എപ്പോഴാണ്? 1999 CE. 1999 യൂറോ ജനുവരി 1 ഇലക്ട്രോണിക് രൂപത്തിൽ ഒരു കറൻസിയായി അവതരിപ്പിച്ചു. 2002 ജനുവരി 1 യൂറോ നാണയങ്ങളും നോട്ടുകളും വിനിമയത്തിനായി പുറത്തിറക്കിയത്. യൂറോപ്യൻ യൂണിയനിലെ പല അംഗരാജ്യങ്ങളുടെയും പൊതു കറൻസിയാണിത്. ഇത് യൂറോസോൺ എന്നറിയപ്പെടുന്നു. വേൾഡ് ട്രേഡ് സെന്റർ തകർത്തുകൊണ്ട് 9/11 ഭീകരാക്രമണം നടന്നത് ഏതു വർഷമാണ്? 2001 CE. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ 9/11 ഭീകരാക്രമണങ്ങൾ നടന്നത്. അൽഖ്വദ തീവ്രവാദികൾ തട്ടിയെടുത്ത വിമാനങ്ങൾ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിലെ ഇരട്ട ടവറുകളിലും വാഷിംഗ്ടൺ DC-യിലെ പെന്റഗണിലും ഇടിച്ചു. ഇത് ആഗോള രാഷ്ട്രീയത്തിലും സുരക്ഷാ നയങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തി. ഓൺലൈൻ വിജ്ഞാനകോശമായ വിക്കിപീഡിയ സ്ഥാപിക്കപ്പെട്ടത് ഏതു വർഷമാണ്? 2001 CE. ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ വിജ്ഞാനകോശമായ വിക്കിപീഡിയ 2001 ജനുവരി 15 ജിമ്മി വെയിൽസും ലാറി സാങ്ങറും ചേർന്നാണ് സ്ഥാപിച്ചത്. ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കൾക്ക് വിവരങ്ങൾ സംഭാവന ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു സഹകരണ പ്ലാറ്റ്ഫോമാണിത്. വിവരലഭ്യതയെയും പങ്കുവെക്കലിനെയും ഇത് വിപ്ലവകരമാക്കി. ഇറാഖ് യുദ്ധം എന്ന് ആരംഭിച്ചു? 2003 CE. 2003 മാർച്ചിൽ ആരംഭിച്ച ഇറാഖ് യുദ്ധം ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്നും അറിയപ്പെടുന്നു. സദ്ദാം ഹുസൈന്റെ ഭരണകൂടത്തെ താഴെയിറക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഈ യുദ്ധം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. കൽപ്പന ചൗള ഉൾപ്പെടെയുള്ള 7 ബഹിരാകാശ സഞ്ചാരികളുടെ മരണത്തിന് ഇടയാക്കിയ കൊളംബിയ ബഹിരാകാശ പേടക ദുരന്തം ഏതു വർഷമാണ് സംഭവിച്ചത്? 2003 CE. 2003 ഫെബ്രുവരി 1 കൊളംബിയ ബഹിരാകാശ പേടകം ഭൂമിയിലേക്ക് തിരിച്ചുവരുമ്പോൾ തകർന്നു വീണത്. ഈ ദുരന്തത്തിൽ ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗള ഉൾപ്പെടെ 7 ബഹിരാകാശ സഞ്ചാരികൾ മരണപ്പെട്ടു. ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ വലിയൊരു ദുരന്തമായിരുന്നു ഇത്.
2005-ൽ ജർമ്മനിയുടെ ആദ്യ വനിതാ ചാൻസലറായി ആരാണ് ചുമതലയേറ്റത്? ആഞ്ചല മെർക്കൽ. ആഞ്ചല മെർക്കൽ 2005 മുതൽ 2021 വരെ ജർമ്മനിയുടെ ചാൻസലറായി സേവനമനുഷ്ഠിച്ചു. യൂറോപ്പിലെയും ലോകത്തിലെയും ഏറ്റവും ശക്തരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി അവർ പരിഗണിക്കപ്പെടുന്നു. അവരുടെ നേതൃത്വം ജർമ്മനിയുടെയും യൂറോപ്യൻ യൂണിയന്റെയും നയരൂപീകരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തി. ഓസ്റ്റർലിറ്റ്സ് യുദ്ധം നടന്നത് എപ്പോഴാണ്? ആര് വിജയിച്ചു? ഓസ്റ്റർലിറ്റ്സ് യുദ്ധം നടന്നത് 1805 CE-യിലാണ്. നെപ്പോളിയൻ ബോണപർട്ട് റഷ്യൻ, ഓസ്ട്രിയൻ സൈന്യങ്ങളെ നിർണായകമായി പരാജയപ്പെടുത്തി. ഓസ്റ്റർലിറ്റ്സ് യുദ്ധം 3 ചക്രവർത്തിമാരുടെ യുദ്ധം എന്നും അറിയപ്പെടുന്നു. നെപ്പോളിയൻ ബോണപാർട്ടിന്റെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. 1805 ഡിസംബർ 2 നടന്ന ഈ യുദ്ധം മൂന്നാം സഖ്യസേനയുടെ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. 1813-ൽ റഷ്യ, പ്രഷ്യ, ഓസ്ട്രിയ, സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ സഖ്യം നെപ്പോളിയൻ ഒന്നാമനെ പരാജയപ്പെടുത്തിയ പ്രധാന യുദ്ധം ഏതാണ്? ലീപ്സിഗ് യുദ്ധം, രാഷ്ട്രങ്ങളുടെ യുദ്ധം എന്നും അറിയപ്പെടുന്നു. ലീപ്സിഗ് യുദ്ധം അല്ലെങ്കിൽ രാഷ്ട്രങ്ങളുടെ യുദ്ധം 1813 ഒക്ടോബറിൽ നടന്നു. യൂറോപ്പിൽ നെപ്പോളിയന്റെ സ്വാധീനം അവസാനിപ്പിക്കുന്നതിൽ ഈ യുദ്ധം നിർണായകമായിരുന്നു. നെപ്പോളിയന്റെ ഗ്രാൻഡ് ആർമിയെ സഖ്യകക്ഷികൾ പരാജയപ്പെടുത്തി. 1815-ലെ വാട്ടർലൂ യുദ്ധത്തിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഡ്യൂക്ക് ഓഫ് വെല്ലിംഗൺ. ബ്രിട്ടീഷ്, ഡച്ച്, ജർമ്മൻ നയിച്ച സഖ്യസേനയും ഫീൽഡ് മാർഷൽ ബ്ലൂച്ചറുടെ നേതൃത്വത്തിലുള്ള പ്രഷ്യൻ സൈന്യവും നെപ്പോളിയനെ പരാജയപ്പെടുത്തി. വാട്ടർലൂ യുദ്ധം 1815 ജൂൺ 18-നാണ് നടന്നത്. നെപ്പോളിയൻ ബോണപാർട്ടിന്റെ അന്തിമ പരാജയമായിരുന്നു ഇതിന്റെ ഫലം. യൂറോപ്പിലെ നെപ്പോളിയൻ യുദ്ധങ്ങൾക്ക് ഈ യുദ്ധം ഒരു അന്ത്യം കുറിച്ചു.